കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനായി 11ാം ദിവസവും തിരച്ചിൽ തുടരുകയാണ്. ഡ്രോൺ പരിശോധന പുരോഗമിക്കുന്നു. തിരച്ചിലിനായി മുങ്ങൽ വിദഗ്ധർ സ്ഥലത്തുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി മീൻപിടുത്ത ബോട്ടുകൾ എത്തിച്ചു. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവരും ശിരൂരിലെത്തി. ശിരൂരിലെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് കർണാടക സർക്കാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അല്പസമയത്തിനകം പ്രധാന ഉദ്യോഗസ്ഥരും കേരളത്തിലെ ജനപ്രതിനിധികളും യോഗം ചേരും. ഡൈവർമാർക്ക് വെള്ളത്തിൽ ചാടി പരിശോധിക്കുന്നതിൻ്റെ ചില ക്രൈറ്റീരിയ അത് ഒരു തരത്തിൽ സാധിക്കാത്ത ചില സ്ഥിതികൾ പറയുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ചിലരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ്, അവരുടെ നിലപാടെന്താണ് എന്നൊക്കെ ഇന്ന് ചർച്ച ചെയ്യും. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ആ നിലപാട് അറിയിക്കുന്നതായിരിക്കും. മനുഷ്യസാധ്യമായ എല്ലാം ചെയ്തെന്ന് MK രാഘവൻ MP ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒഴുക്ക് തിരിച്ചടിയാണ്. മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുക എന്നത് നിലവിൽ ദുഷ്കരമാണെന്നും MK രാഘവൻ. തെർമോസ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുമെന്നും MP കൂട്ടിച്ചേർത്തു. നേവി ഉണ്ട്, മിലിറ്ററി ഉണ്ട്, NDRF ഉണ്ട്, SDRF എല്ലാം ഉണ്ട്. എല്ലാവരും സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാവുന്ന എല്ലാം ചെയ്തിരിക്കുകയാണ്. 3 സ്പോട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ലോറി ഉൾപ്പെടെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനിയിപ്പോൾ അവിടെ ഡൈവ് ചെയ്യണം. അത് ഇവിടെ ഇപ്പോൾ സാധാരണ Navy രണ്ട് നോട്ട്സിലാണ് ഡൈവ് ചെയ്യുക. 3 പേരെ പോകുന്നത് അത് ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് പക്ഷേ 6 to 8 നോട്ട്സ് വരെ അണ്ടർ കൺസ് നടക്കുകയാണ്, കുത്തൊഴുക്ക്. പക്ഷേ ഏതായാലും ഉച്ചക്കത്തെ യോഗത്തിൽ വെച്ച് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും. വൈകുന്നേരം മീറ്റിംഗ് നടക്കുകയാണ്, കലക്ടർ വിളിച്ച മീറ്റിംഗാണ്. അതിൽ വെച്ച് തീരുമാനം ഉണ്ടാകും എന്ത് വേണം, എങ്ങനെ വേണം ഇനി ഫ്യൂച്ചർ. കാരണം ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഈ ലോറിക്കകത്ത് മനുഷ്യ സാന്നിധ്യമുണ്ടോ ഇല്ലെന്ന് അറിയണമെങ്കിൽ ഈ ഡൈവ് ചെയ്താലേ പറ്റൂ. ക്യാബിനിൽ പോയാൽ നോക്കിയാലേ പറ്റൂ. അല്ലാതെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാലേ പറയാൻ പറ്റും. അതുകൊണ്ട് അതൊക്കെ പറയണമെങ്കിൽ തുടർന്ന് എന്ത് വേണം എന്നുള്ളത് യോഗത്തിൽ വെച്ച് മാത്രമേ തീരുമാനിക്കാൻ സാധിക്കൂ. നേവിയുടെ ആദ്യ ലക്ഷ്യം അർജുനെ കണ്ടെത്തുകയാണെന്ന് ഡിഫൻസ് PRO അതുൽ പിള്ള ന്യൂസ് മലയാളത്തോട്. കൂടുതൽ മുങ്ങൽ വിദഗ്ധർ ഇന്ന് തിരച്ചിലിനുണ്ടാകും. പകൽ അണ്ടർ വാട്ടർ ക്യാമറ വിട്ടാൽ പോലും ഒന്നും കാണാൻ കഴിയാത്ത തരത്തിൽ വെള്ളം കലങ്ങിയിരിക്കുകയാണ്. ഇവിടെ സൈഡ് സ്കാൻ സോണർ ഉപയോഗിക്കും. മുങ്ങൽ വിദഗ്ധർക്ക് പുറമെ എമർജൻസി ടീമും ഉണ്ടാകുമെന്നും അതുൽ പിള്ള ന്യൂസ് മലയാളത്തോട്. അവിടുത്തെ വെള്ളത്തിന്റെ വിസിബിലിറ്റി സീറോയാണ്. അപ്പം ഈ സീറോ വിസിബിലിറ്റിയിൽ നമ്മളിപ്പോ ഒരു അണ്ടർ വാട്ടർ ക്യാമറ വിട്ടാൽ ഒന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് പിച്ച് ഡാർക്കാ പകല്. രാത്രി പിന്നെ ചോദിക്കാൻ വേണ്ട. പക്ഷെ രാവിലെ ഇത്രയും സൺലൈറ്റിലും വെള്ളത്തിനകത്ത് ഫുൾ ഡാർക്കാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയായി സൈഡ് സ്കാൻ സോണാർ. ഈ സൈഡ് സ്കാൻ സോണാർ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു സൗണ്ട് ബേസ് ഇട്ടിട്ട് അതിന്റെ ഒരു ഷാഡോ ജനറേറ്റ് ചെയ്ത് അവിടുത്തെ ആ ഒബ്സെക്ഷനിൽ അത് ആ ടാർഗറ്റിലോട്ട് ഷാഡോ ജനറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു പിക്ചർ കാണുന്നത്. അത് അനലൈസ് ചെയ്തിട്ട് പിക്ചർ നമ്മൾ ഷെയർ ചെയ്ത മീഡിയയുടെ കൂടെ. മന്ത്രിമാരുടെ ഇടപെടൽ വൈകിപ്പോയെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ദേശീയപാതാ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും K മുരളീധരന്റെ ആരോപണം. ഇപ്പോൾ മന്ത്രിമാർ ഇപ്പോഴും പോകുമ്പോൾ അവർക്ക് അവിടെ പോകാനുള്ള അവകാശങ്ങളെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ സിദ്ധരാമയ്യ അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് അന്ന് മന്ത്രിമാർ ചെന്നിരുന്നെങ്കിൽ ജനങ്ങൾക്ക് കുറേ കൂടെ ആശ്വാസം ആവുമായിരുന്നു. ആര് ചെന്നാലും തെരച്ചിൽ നടത്തേണ്ടത് ചെല്ലുന്ന ആൾക്കാരല്ല. പക്ഷേ ആ പ്രദേശത്തിൻ്റെ മുഖ്യമന്ത്രി ആ സ്ഥലം സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അർജുനൻ്റെ നാട്ടുകാരായിട്ടുള്ള മന്ത്രിമാർ, പ്രത്യേകിച്ച് ശശീന്ദ്രൻ അവിടുത്തെ MLA ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇതുവരെ അദ്ദേഹത്തിന് ചെല്ലാൻ കഴിഞ്ഞില്ല. ഇന്നാണ് പോകുന്നത്. അപ്പോൾ അത് വളരെ ദൗർഭാഗ്യകരമാണ്. മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ ഡ്രോൺ പരിശോധനയിൽ പുതിയ സിഗ്നൽ ലഭിച്ചു. ലോറിയുടേതെന്ന് സംശയം. വിശദാംശങ്ങളുമായി സരീഷ് PK ചേരുകയാണ് ശിരൂരിൽ നിന്ന്. സരീഷ്, ഇത് 11ാം ദിവസമാണ് നമ്മൾ അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ട്. ഇപ്പോൾ ഈ ഒരു പുതിയ കണ്ടെത്തൽ, ഈ ഒരു പുതിയ വിവരം എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? ഏത് ഭാഗത്തായിട്ടാണ് ഈ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്?
രാവിലെയാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടന്നത്. ഏതാണ്ട് 11:30 ഡ്രോൺ പരിശോധന ആരംഭിച്ചു. 3/4 മണിക്കൂർ നേരമാണ് ഈ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയത്. പലതവണ ഇവർ ആവശ്യപ്പെട്ടതാണ്, ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായാണ് മുഴുവൻ സ്ഥലങ്ങളിലും ഒരു തവണ കൂടി പരിശോധന നടത്തിയത്. അതിലാണ് ഇപ്പോൾ ഈ കരയ്ക്കും മറുകരയ്ക്കും ഇടയിൽ മൺതിട്ട രൂപപ്പെട്ട സ്ഥലത്ത്, അതായത് ഏതാണ്ട് പുഴയുടെ മധ്യഭാഗത്ത് ഒരു മൺതിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. ആ മൺതിട്ടയിലാണ് ഇപ്പോൾ പുതിയ സിഗ്നൽ കണ്ടെത്തിയത്. ആ സിഗ്നൽ കണ്ടെത്താൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരച്ചിൽ നടത്താൻ കാരണം പ്രദേശവാസി ഒരു മൊഴി നൽകിയിരുന്നു ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക്. അതായത് അവിടെ ഒരു ട്രക്കിന്റെ ക്യാബിൻ ഉൾപ്പെടെയുള്ള ഭാഗം താഴ്ന്നു പോകുന്നതായി താൻ കണ്ടിട്ടുണ്ട് എന്നൊരു മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പ്രദേശത്ത് പരിശോധന നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സിഗ്നൽ കൂടിയാണിത്. അപ്പോൾ സ്വാഭാവികമായും ഇനി അവിടെ ഏത് തരത്തിൽ കൂടുതൽ റഡാർ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് പരിശോധിക്കേണ്ടതുണ്ടോ, ഒപ്പം നേവിയുടെ സോണാർ പരിശോധന നടത്തേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തണം. പക്ഷെ അതിൽ ഏറ്റവും നിർണായകമാവാൻ പോകുന്നത് ഇത് എത്രത്തോളം താഴെയാണ് ഈ ലോറി ഉള്ളത് എന്നത് സംബന്ധിച്ചാണ് ഏറ്റവും നിർണായകമായ പരിശോധനകൾ നടത്തേണ്ടത്. നിലവിൽ ഏതാണ്ട് ലോറി ഈ കരയിൽ നിന്നും വളരെ മാറിയാണ്, അതായത് ഈ പുഴയുടെ നടുഭാഗത്തായാണ് ഈ ലോറി ഉള്ളത്. ഇപ്പോൾ പെട്ടെന്ന് കണ്ടെത്തിയാൽ പോലും, അല്ലെങ്കിൽ ഈ മൺകൂനയുടെ മുകൾ ഭാഗത്താണ് ഈ ലോറി എങ്കിൽ പോലും ഈ കരയ്ക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അപ്പോൾ ആദ്യം ഇത് ഈ അർജുന്റെ ലോറിയുടെ ക്യാബിൻ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പരിശോധന നടത്തി ഈ ക്യാബിനകത്ത് ആളുണ്ടോ എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് വരണം. അങ്ങനെ ഈ 2 ഘട്ടത്തിലുള്ള പരിശോധന നടത്തിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഇത് അർജുന്റേതാണ് എന്നൊരു സ്ഥിരീകരണം നടത്താനാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ നേവി അവിടെ തന്നെ സോണാർ ഉപയോഗിച്ച് ഒരു പരിശോധന കൂടി നടത്തുന്നുണ്ട്. കാരണം ഇന്നലെ 3 സിഗ്നൽ മാത്രമാണ് ആ മേഖലയിൽ ഉൾപ്പെടെ കൃത്യമായ പരിശോധന നടത്തിയപ്പോഴും ഈ ഡ്രോണിൽ 3 സിഗ്നലുകൾ മാത്രമാണ് ലഭിച്ചത്. അത് 3 സിഗ്നലുകളിൽ 4 സാധനങ്ങളായിരുന്നു കണ്ടെത്തിയത്. ഒന്ന് ഒരു ലോറിയുടെ സിഗ്നൽ, അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഒരു ടവറിന്റെ സിഗ്നൽ, അതോടൊപ്പം ഒരു ഡിവൈഡർ, മറ്റൊന്ന് ഒരു ക്യാബിൻ. ഇത്രയുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ആ ക്യാബിൻ അത് അർജുന്റേതാണെന്നൊരു സ്ഥിരീകരണത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നില്ല. പക്ഷേ ഇന്ന് ഒരു ക്യാബിൻ അവിടെ മുങ്ങുന്നതായി താൻ കണ്ടിട്ടുണ്ട് എന്ന പ്രദേശവാസി പോലീസിനോട് ഏറ്റവും അവസാന ദിവസത്തേക്കാണ് ഇത്തരത്തിലൊരു കാര്യം പോലീസിനോട് ഈ പ്രദേശവാസി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന ഇന്ന് രാവിലെ നടത്തിയത്. നാവികസേന ഈ കരയിലേക്ക് എത്തുകയും ആ മൺതിട്ട കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ എത്രത്തോളം ആഴത്തിലാണ് ഈ ലോറി ഉള്ളത് അല്ലെങ്കിൽ ഈ ക്യാബിൻ ഉള്ളത് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ, ആദ്യം ക്യാബിന്റെ സിഗ്നൽ തന്നെയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് വരണം. എന്നാൽ പോലും ഈ ക്യാബിൻ ആണെങ്കിൽ അത് എത്രത്തോളം താഴെയാണ് എന്ന് കണ്ടെത്തണം. അതോടൊപ്പം എത്രത്തോളം ആഴത്തിലാണ് എന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമേ പിന്നീട് ഇതിനകത്ത് മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന കാര്യത്തിലും കണ്ടെത്തലുകൾ നടത്താനാവുകയുള്ളൂ. തീർച്ചയായും ഇനിയുള്ള നേവിയുടെ പരിശോധന എന്ന് പറയുന്നത് ഇവിടെ കേന്ദ്രീകരിച്ചാവും. പക്ഷെ ഇവിടെയും ഈ ഒഴുക്ക് തന്നെ ഇവരെ പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെയും ശക്തമായ അടിയൊഴുക്കുണ്ട്. അതോടൊപ്പം ചെളി നിറഞ്ഞ മണ്ണാണ്. ഏതാണ്ട് ഇത് മധ്യഭാഗം എന്ന് പറയുമ്പോൾ തീർച്ചയായും പുഴയ്ക്ക് 25 മുതൽ 35 അടി വരെ താഴ്ചയുണ്ട്. ആ താഴ്ചയ്ക്ക് മുകളിൽ ഈ 25 മുതൽ 35 വരെ താഴ്ചയും ഒപ്പം തന്നെ ഏതാണ്ട് 5 അടിയോളം ഉയർന്ന തരത്തിലുള്ള മൺതിട്ടയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഏതാണ്ട് 50 അടിയോളം മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഈ മണ്ണിനടിയിൽ ഇനി വാഹനമുണ്ടെങ്കിൽ കണ്ടെത്താനാവുകയുള്ളൂ. സ്വാഭാവികമായും അത്രയേറെ പ്രതിസന്ധികൾ തരണം ചെയ്തു വേണം ഈ സിഗ്നലിൽ ഉള്ളത് ലോറി തന്നെയാണോ അല്ലെങ്കിൽ അർജുന്റെ ക്യാബിൻ തന്നെയാണോ എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്താൻ. അപ്പോൾ അത്രയേറെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത്രയേറെയുള്ള സ്ഥിരീകരണത്തിലേക്ക് വരണമെങ്കിൽ ഈ റഡാർ ടീം പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഈ സ്ഥലത്തേക്ക് ഇറങ്ങുകയും പരിശോധന നടത്തുകയും വേണം. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ എന്തായാലും 6 നോട്ട് വേഗത്തിൽ ഒഴുക്കുള്ള സ്ഥലത്തേക്ക് ഈ നാവികസേനയെ ഇറക്കാനാവില്ല. അപ്പോൾ സ്വാഭാവികമായും അതും പ്രതിസന്ധി തന്നെയാണ്. എന്തായാലും കൂടുതൽ പരിശോധന നടത്തി ഈ സോണാർ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് കൂടുതൽ പരിശോധന നടത്തി ഇത് ട്രക്കിന്റെ ക്യാബിൻ തന്നെയാണ്, അർജുൻ ഉള്ള ട്രക്കിന്റെ ക്യാബിൻ തന്നെയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്കും പിന്നീട് ആഴം സംബന്ധിച്ച ഒരു വിവരം ലഭിച്ചാൽ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമോ ഉപകരണം ഉപയോഗിച്ച് ആഴവും വീതിയും ഒപ്പം തന്നെ മനുഷ്യ സാന്നിധ്യവും കണ്ടെത്തുക എന്ന രീതിയിലേക്കായിരിക്കും പോവുക.
സരീഷ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അതായത് ഈ പുഴയ്ക്ക് നടുവിലുള്ള മൺകൂനയ്ക്ക് സമീപമാണ് ഇപ്പോൾ ഈ ഒരു സിഗ്നൽ ഡ്രോണിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ സാഹചര്യം, അതായത് കാലാവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴും പ്രതികൂലമായി നിൽക്കുകയാണോ? സ്കൂബ ടീമിന് അവിടെ വന്ന് പരിശോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണോ ഇപ്പോൾ നിലവിലുള്ളത്? സ്കൂബ ടീം പലതവണ ഈ മേഖലയിലെല്ലാം എത്തി പരിശോധന നടത്തിയിരുന്നു. ഈ മൺതിട്ടയ്ക്ക് മുകളിൽ പോലും ഇറങ്ങി അവർ പരിശോധന നടത്തി. പക്ഷേ അതിൽ താഴേക്ക്, അതായത് പുഴയിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഇപ്പോഴും സാധ്യമാവുന്നതല്ല. കാരണം ഇപ്പോഴും ഒഴുക്ക് വളരെ ശക്തമായി തുടരുകയാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ഇറങ്ങുക എന്നുള്ളത് മനുഷ്യ സഹജമല്ല. അല്ലെങ്കിൽ ഈ നേവിക്ക് നിലവിൽ 2 നോട്ട് ഒഴുക്ക് മാത്രമാണ്. ആ 2 നോട്ടിൽ ഒഴുകുന്ന പുഴയിൽ മാത്രമാണ് ഇറങ്ങാൻ സാധിക്കുക. ഇതിനു മുൻപ് ചില ഓപ്പറേഷനുകളിൽ മാത്രമാണ് 3 നോട്ട് വേഗത്തിൽ ഒഴുകുന്ന പുഴയിൽ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയത്. അത് വളരെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമായിരുന്നു. അതിന്റെ ഏതാണ്ട് ഇരട്ടിയിലേറെ നോട്ടാണ് ഇപ്പോൾ ഈ പുഴയിലുള്ളത്. സ്വാഭാവികമായും അവിടെ ഇറങ്ങുക എന്നുള്ളത് മനുഷ്യ സാധ്യമല്ല. നേരത്തെ MK രാഘവൻ MP പറഞ്ഞതുപോലെ മനുഷ്യ സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഏതെങ്കിലും രീതിയിൽ മണ്ണ് മാറ്റി പരിശോധന നടത്തുക എന്നുള്ളതും നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല. കാരണം പുഴയുടെ നടുഭാഗത്താണ് നിലവിൽ എത്തിച്ചിരിക്കുന്ന ഭൂമി മെഷീൻ ഉപയോഗിച്ച് ആ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതും സാധ്യമല്ല. കാരണം ഏതാണ്ട് 60 മീറ്ററോ 80 മീറ്ററോ അകലെയാണ് റോഡിൽ നിന്നും. 60 മീറ്ററോ 80 മീറ്ററോ ഏതാണ്ട് 200 മീറ്ററോളം വീതിയാണ് ഈ പുഴയ്ക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായും 80 മീറ്ററിൽ കൂടുതൽ വീതി ഈ മൺതിട്ടയിലേക്ക് എത്തണമെങ്കിലുണ്ട്. അപ്പോൾ നിലവിലെ ബൂം ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാൽ ഒരിക്കൽ പോലും ആ മണ്ണ് നീക്കം ചെയ്യാനാവില്ല. പിന്നീട് ഡ്രഡ്ജിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഈ ഇത്രയും വലിയ ഒഴുക്കുണ്ടാകുമ്പോൾ എങ്ങനെ ഡ്രഡ്ജ് ചെയ്യാനാകും എന്നൊരു സംശയം കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ അവലോകന യോഗം ചേരുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവലോകന യോഗം ചേരുകയാണ്. ആ അവലോകന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അവസാന സിഗ്നൽ ലഭിച്ചതും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ്. അപ്പോൾ ആ വിവരം ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഡ്രോൺ പരിശോധനയിൽ ഇപ്പോൾ പുതിയ സിഗ്നൽ ലഭിച്ചിരിക്കുകയാണ്. അർജുന്റെ ലോറിയുടേതാണെന്നാണ് സംശയം. പുഴയ്ക്ക് നടുവിൽ മൺകൂനയ്ക്ക് സമീപമായാണ് ഇപ്പോൾ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. സിഗ്നൽ കണ്ടെത്തിയത് പ്രദേശവാസിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ. വിശദാംശങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് സരീഷ് PK ആയിരുന്നു.